ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിനെ കുറിച്ച് ഇന്ന് കേരളത്തിന് പുറത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ വികസനവും വരാനിരിക്കുന്ന തലമുറയുടെ സുരക്ഷിതത്വവുമാണ്. അതേസമയം ഈ രാജ്യത്താദ്യമായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകും. അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എല്ലാം പുരോഗതി ഉണ്ടാകും. ഒരുപാട് മാറ്റം കേരളത്തിലുണ്ടാകും. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു കോൺഗ്രസുകാരനെയും ഈ സർക്കാർ സങ്കടപ്പെടുത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുക, ഇവര് തകർത്ത് തരിപ്പണമാക്കിയ ഈ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ഇവർ സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചു ചിരിച്ചു മണ്ണ്. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച ഇവിടെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയത് ആരാ? ഞാനാണോ? ഈ സർക്കാരാണ്. കുടിശ്ശിക വരുത്തിയവന്മാര് 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യുക. കുടിശ്ശിക വരുത്തിയതിനെതിരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഞാൻ ഇന്നാളെ പറഞ്ഞു, ഈ CPM-കാർ ഉടുക്കത്തെ ബലം പിടുത്തുമായിരുന്നു പണ്ട്. ഇപ്പൊ അവര് തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ തമാശ ഓരോ ദിവസം തമാശ. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട്, ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്നോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു മോദി, ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു, മോദിജി ആ പിണറായിയുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം. അപ്പൊ മോദിജി പറഞ്ഞു, സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ്. എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റ് അങ്ങനെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായ? ഞങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ മെറ്റവരേക്ക് ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരുടെ. എന്താ കുഴപ്പം? പോകാൻ പാടില്ല. എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവും. ഇപ്പൊ എവിടെയാ നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണം എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ? ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി.
എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? അപ്പൊ കിട്ടിയില്ലേ? പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്. 19 തീയതി മുതൽ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, സംശയം വേണ്ട. സർക്കാർ തെറ്റ് ചെയ്താൽ തിരുത്താൻ നമ്മുടെ പാർട്ടി ഉണ്ടാവും. പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും. പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്തും. തെറ്റ് പറ്റിയാൽ പാർട്ടിക്ക് വിധേയമായി, പ്രസ്ഥാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക. ഞാൻ ഒരിക്കൽ കൂടി ഈ മനോഹരമായ ഓഫീസ് മന്ദിരം പണിതീർത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ മങ്കടയിലെ കോൺഗ്രസ് ഭവൻ ഈ നാടിന് സമർപ്പിക്കും. നന്ദി.